കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന പാഠഭാഗമാണ്. SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്കോറിംഗ് ലെസനായി കണക്കാക്കുന്ന ഒരു പാഠമാണിത്. കാരണം ഇവിടെ നിന്ന് പാരഗ്രാഫ്, ക്യാരക്ടർ സ്കെച്ച്, ഡയറി, ന്യൂസ് റിപ്പോർട്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയ ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുണ്ട്. ആദ്യം ഈ പാഠത്തിന്റെ കോർ ഐഡിയ മനസ്സിലാക്കാം. ഈ പാഠം നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. വാക്കുകൾക്ക്, അതായത് ലാംഗ്വേജിന്, മനുഷ്യരുടെ ചിന്തയും പ്രവൃത്തിയും മാറ്റാനുള്ള ശക്തിയുണ്ട്. ഇതാണ് ഈ ലെസന്റെ ബാക്ക്ബോൺ. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് മാർക്ക് ആന്റണി ഇൻഫ്ലുവൻസ് ദ റോമൻ ക്രൗഡ് ത്രൂ ഹിസ് സ്പീച്ച്? ഇതിന്റെ അർത്ഥം, മാർക്ക് ആന്റണി തന്റെ പ്രസംഗത്തിലൂടെ റോമൻ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇതിനുത്തരം എഴുതുമ്പോൾ ആദ്യം പറയേണ്ടത് ആന്റണിയുടെ സ്പീച്ച് ടെക്നിക്കാണ്. ആന്റണി സംസാരിക്കുന്നത് വളരെ ക്ലെവറായ രീതിയിലാണ്. അവൻ ആദ്യം ബ്രൂട്ടസിനെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ഓണറബിൾ മെൻ എന്ന് വിളിക്കുന്നു. പക്ഷേ അതൊരു ഐറണിയാണ്. സീസറുടെ നല്ല പ്രവൃത്തികൾ, ദരിദ്രരോടുള്ള കരുണ, ക്രൗൺ 3 തവണ നിരസിച്ചത്, ഇതൊക്കെ പറഞ്ഞ് ആന്റണി ജനങ്ങളുടെ മനസ്സിൽ സംശയം വിവയ്ക്കുന്നു. അവൻ ഇമോഷൻ, റെപ്പറ്റിഷൻ, ഐറണി എന്നിവ ഉപയോഗിച്ച് ധീരെ ധീരെ ജനങ്ങളെ കോൺസ്പിറേറ്റേഴ്സിനെതിരാക്കി മാറ്റുന്നു. അവസാനം ക്രൗഡ് റിവോൾട്ട് ചെയ്യാൻ തയ്യാറാവുന്നു. ഇതിലൂടെ ആന്റണി ഒരു മാസ്റ്റർ ഓറേറ്റർ ആണെന്ന് തെളിയുന്നു. ഇനി ക്യാരക്ടർ സ്കെച്ച്. ആദ്യം മാർക്ക് ആന്റണി. ചോദ്യം: റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർക്ക് ആന്റണി. അർത്ഥം: ആന്റണിയുടെ സ്വഭാവഗുണങ്ങൾ എഴുതുക. ആന്റണി വളരെ ഇന്റലിജന്റ് ആണ്. അവൻ ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കുന്ന ഒരാളാണ്. പുറമേ കോൺസ്പിറേറ്റേഴ്സിനെ അനുസരിക്കുന്നതായി അഭിനയിച്ചാലും ഉള്ളിൽ അവൻ ക്രൗഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അവൻ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് സിമ്പതി, ആങ്കർ, ലോയൽറ്റി തുടങ്ങിയ വികാരങ്ങൾ ഉണർത്തുന്നു. സീസറിനോട് അവൻ സത്യസന്ധമായ സുഹൃത്താണ്. ഇതൊക്കെയാണ് ആന്റണിയെ ഒരു ബ്രില്യന്റ് ഒറേറ്റർ ആക്കുന്നത്. ഇനി ബ്രൂട്ടസ്. ചോദ്യം: സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ബ്രൂട്ടസ്. അർത്ഥം: ബ്രൂട്ടസ് എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം. ബ്രൂട്ടസ് ഓണറബിളാണ്. അവൻ സീസറെ കൊല്ലുന്നത് റോമിന്റെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അവൻ പൊളിറ്റിക്കലി നെയ്യീവാണ്. ആന്റണിയുടെ സംസാരശക്തി അവൻ വിലയിരുത്തുന്നില്ല. അവന്റെ ഇന്നസെൻസും ഓവർ കോൺഫിഡൻസും തന്നെയാണ് അവന്റെ ഡൗൺഫോളിന് കാരണമാകുന്നത്. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. 1. വൈ ഡസ് ആന്റണി റിപ്പീറ്റഡ്ലി കോൾ ബ്രൂട്ടസ് ആൻ ഓണറബിൾ മാൻ? അർത്ഥം: ആന്റണി ബ്രൂട്ടസിനെ വീണ്ടും ഓണറബിൾ മാൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഇത് ഐറണിയാണ്. പുറമേ പ്രൈസ് പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ ആന്റണി ബ്രൂട്ടസിന്റെ ഡിസ്ഓണസ്റ്റി തുറന്നു കാണിക്കുകയാണ്. ഈ റെപ്പറ്റിഷൻ ജനങ്ങളുടെ മനസ്സിൽ ഡൗട്ട് സൃഷ്ടിക്കുന്നു. അടുത്തത്: ഹൗ ഡസ് ആന്റണി പ്രൂവ് ദാറ്റ് സീസർ വാസ് നോട്ട് ആംബിഷ്യസ്? ആന്റണി പറയുന്നത് സീസർ ക്രൗൺ 3 തവണ നിരസിച്ചതാണ്. കൂടാതെ പുവർ പീപ്പിളിനെ സീസർ സ്നേഹിച്ചുവെന്നും ആന്റണി ഓർമ്മിപ്പിക്കുന്നു. ഇതിലൂടെ സീസർ ആംബിഷ്യസ് അല്ലെന്ന് തെളിയിക്കുന്നു. ഇനി ഡയറി എൻട്രി. ചോദ്യം: റൈറ്റ് ആന്റണീസ് ഡയറി എൻട്രി ആഫ്റ്റർ ഡെലിവറിംഗ് ദ ഫ്യൂണറൽ സ്പീച്ച്. ഇവിടെ ആന്റണിയുടെ ഇന്നർ ഫീലിംഗ്സ് എഴുതണം. അവൻ ഓപ്പണായി ആങ്കർ കാണിക്കുന്നില്ല. വേർഡ്സ് ഡിഡ് വാട്ട് സോട്ട്സ് കുഡ് നോട്ട് എന്ന തോട്ട് ഡയറിയിൽ വരണം. ക്രൗഡിനെ ട്രൂത്ത് കാണിക്കാൻ കഴിഞ്ഞതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കാണിക്കണം. ഇനി ന്യൂസ് റിപ്പോർട്ട്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ സീസേഴ്സ് അസാസിനേഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്. ഇവിടെ ഒബ്ജക്റ്റീവ് ടോൺ വേണം. ഹൂ, സീസർ. വാട്ട്, അസാസിനേഷൻ. ഹൂ ലെഡ്, ബ്രൂട്ടസ്. വാട്ട് ഹാപ്പൻഡ് നെക്സ്റ്റ്, ആന്റണി സ്പീച്ച്, പബ്ലിക് ആങ്കർ. പ്രസന്റ് സിറ്റുവേഷൻ, കെയോസ്. ഇതെല്ലാം കൺസൈസായി എഴുതണം. ലെറ്റർ ടു ദ എഡിറ്റർ. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ആൻഡ് മിസ്യൂസ് ഓഫ് പവർ. ഇത് മോഡേൺ കോണ്ടെക്സ്റ്റിലേക്കും കണക്ട് ചെയ്യാം. ലീഡേഴ്സ് റെട്ടറിക് ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയണം. ഡയലോഗ് ക്വസ്റ്റ്യൻ. ആന്റണി കാം ആയിരിക്കണം. ബ്രൂട്ടസ് ലോജിക്കൽ ബട്ട് ഡിഫെൻസീവ് ആയിരിക്കണം. ട്രൂത്ത് വേഴ്സസ് ബിലീഫ് ഡയലോഗിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഫൈനൽ എക്സാം ടിപ്പ്. ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ: ആന്റണി പവർ ഓഫ് ലാംഗ്വേജ്, ബ്രൂട്ടസ് ഓണസ്റ്റി വിതൗട്ട് ഫോർസൈറ്റ്, ക്രൗഡ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ്, മെസ്സേജ് വേർഡ്സ് ആർ പവർഫുൾ. ഇവ കണക്ട് ചെയ്തെഴുതിയാൽ ഫുൾ മാർക്സ് നേടാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.